ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഹാബിറ്റ്സ് ആണ്. എന്ന് കരുതി അത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കേണ്ട. ഈ 4 ഹാബിറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, എസ്പെഷ്യലി ലവ് റിലേഷൻഷിപ്പിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും, അത് നശിക്കാൻ കാരണമാവും എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഏകദേശം 10 വർഷത്തോളമായി ഞാൻ റിലേഷൻഷിപ്പ് കോച്ചിങ് ചെയ്യുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലോട്ട് ഈ വീഡിയോ എത്തിക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ആദ്യം തന്നെ നുണ പറയുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ശീലം പലപ്പോഴും റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം നുണ പറയരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വാക്കാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. അത് നിരന്തരം പാലിക്കുമ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ബോണ്ടിങ് ഉണ്ടാകത്തുള്ളൂ, ഒരു ട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് നുണ പറയരുത്. അതുപോലെ തന്നെ പ്രോമിസുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക. പാലിക്കാതിരിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമതായിട്ട് പറയുന്നത്, മറ്റുള്ള വ്യക്തികൾക്ക് മുൻപിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറെ കളിയാക്കാതിരിക്കുക. അത് സുഹൃത്തുക്കളാവാം, കൊളീഗ്സ് ആവാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആവാം. എന്താണെങ്കിലും അവരെ ഓവറായിട്ട് കളിയാക്കാതിരിക്കുക. അത് അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കളിയാക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിർത്തുക. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു തരം ശീലമാണ് വളരെയധികം കൺട്രോൾ ചെയ്യുക. എൻ്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നിടത്ത് നീ നിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ അടിമയാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ചിലതരം ആളുകളുണ്ട്. അങ്ങനെയുള്ള സ്വഭാവം ഇന്ന് വളരെ കുറവാണ്. അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എന്നോട് ചോദിക്കാതെ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, അങ്ങനെ പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരെ വളരെയധികം നിയന്ത്രിക്കുക എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. അങ്ങനെയുള്ള ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. അത് ഭയങ്കരമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ ദോഷം ചെയ്യും. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ള വ്യക്തികളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് പല രീതിയിലുണ്ട്. അങ്ങനെ എപ്പോഴും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ശീലം ചില ആളുകൾക്കൊക്കെ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, അവരൊരു ആഗ്രഹം പറയുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പം അതിനൊന്നും പോകണ്ട, അതൊരു ഡിസ്റെസ്പെക്റ്റ് ആണ് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ല. അതെല്ലാം ലിമിറ്റ് ചെയ്തുകൊണ്ട് വളരെയധികം കൺട്രോൾ ചെയ്യുക. അതൊക്കെ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മയാണ്. അത് മാത്രമല്ല, അവർക്ക് ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള സ്പേസും കൊടുക്കാതിരിക്കുക. സുഹൃത്തുക്കളെ വിളിക്കാൻ പറ്റത്തില്ല, എന്നോട് മാത്രം സംസാരിച്ചാൽ മതി, അതല്ലെങ്കിൽ നിന്റെ വീട്ടുകാരോട് സംസാരിക്കേണ്ട, അങ്ങനെയൊക്കെ ഒരു സ്പേസും കൊടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഒരുപാട് കോളുകൾ വരുമ്പോൾ ഓരോരോ സിറ്റുവേഷൻസ് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക, അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരു തരം ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 4 ശീലങ്ങൾ വളരെ ഡേഞ്ചറാണ്. ലവ് റിലേഷൻഷിപ്പ് നശിക്കാൻ ഇത് വളരെയധികം കാരണമായി തീരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.